ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ ടി വിയുടെ ഏരിയ, ആ LED ടി വിയുടെ ഏരിയ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയുടെ ഏരിയ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നല്ലൊരു ഡിസൈൻ ചെയ്ത മോഡലാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇതിങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഒതുങ്ങിയ ഒരു മൂലയ്ക്ക് നല്ല രീതിയിൽ ടി വി ഇരിക്കും. അത് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം മൾട്ടിവുഡ് അല്ലെങ്കിൽ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. മൾട്ടിവുഡ്, പ്ലൈവുഡ് ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടിവുഡ് ഉപയോഗിച്ചുകൂടെയും ചെയ്യാം. ഇത് സ്റ്റാൻഡാണ് വന്നത്. ഏകദേശം താഴെ നിന്ന് 50 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആ ചെറിയ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് വരുന്നത്. 50 സെൻറ്റിമീറ്റർ താഴെയാണ് ടോപ്പ് ലെവൽ വരുന്നത്. ആ ഗ്രാനൈറ്റിൻ്റെ ലെവൽ വരുന്നത് താഴെ നിന്നും 50 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ 50 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നില്ല, 50 സെൻറ്റിമീറ്ററാണ്. ഈ 50 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നു. അത് നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കുന്ന റിസീവറും കാര്യങ്ങളെല്ലാം തന്നെ താഴെ നിന്ന് കുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. താഴെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 പ്ലഗുകളും 8 മോഡുകളുണ്ട്. ഇത് നമ്മളൊരു 2 മോഡുകളുണ്ട് പ്ലഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത് LED ടി വിയുടെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട്. അത് 2 ഇഞ്ച് പൈപ്പ് അത് കൺസീൽ ചെയ്ത്, അത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മുന്നേ, അതായത് തേപ്പിന് മുന്നേ 2 ഇഞ്ച് പൈപ്പ് അതിൻ്റെ ബാക്കിലൂടെ ഇട്ടിട്ട് ഏറ്റവും താഴെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ചെയ്തുകൊണ്ടാണ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലൂടെയാണ് കംപ്ലീറ്റ് നമ്മുടെ വയറും കാര്യങ്ങളെല്ലാം അതിലൂടെയാണ് വരുന്നത്. LED ടി വിയുടെ പ്ലഗുകളും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. 4 പ്ലഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 8 മോഡുകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മോഡുകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടി വിയുടെ ബാക്ക് സൈഡാണ് പോകുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് LED ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി കൊടുക്കാൻ അവിടെ പ്ലഗ് കുത്തി കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടി വിയുടെ ബാക്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒത്തിരി മോഡേൺ രീതിയിൽ വരെ നമുക്കുണ്ട് LED സ്ട്രിപ്പ്. LED സ്ട്രിപ്പിനുള്ള പോയിൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡും കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സൈഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സൈഡും കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സൈഡും നമ്മൾ LED സ്ട്രിപ്പിന് പോയിൻ്റ് വലിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്നിട്ട് LED സ്ട്രിപ്പിൻ്റെ ഡ്രൈവ് നമുക്ക് താഴെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ LED സ്ട്രിപ്പ് കൂടെ കൊടുക്കുന്നു. അപ്പുറത്തെ സൈഡ് LED സ്ട്രിപ്പ് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഡ്രൈവ് താഴെ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ഡ്രൈവ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവ് കാണാത്ത രീതിയിൽ തന്നെ, ഡ്രൈവ് ഇത്തിരി വലുപ്പമുള്ളതായതുകൊണ്ട് നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് താഴെ കൊടുത്ത് നീറ്റായിട്ട് താഴെ നമുക്ക് അവിടെയാണ് LED ഡ്രൈവ് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടേബിൾ ഹൈറ്റ് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ വരുന്നത് 50 സെൻറ്റിമീറ്ററാണ്. ഈ 50 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഓൾറെഡി വയറിങ്ങിൻ്റെ സമയത്ത്, അതായത് വെട്ടിപ്പൊളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൊടുക്കുന്ന പ്ലഗ് കൊടുക്കേണ്ടത് താഴെ കൊടുക്കുമ്പോൾ 50 സെൻറ്റിമീറ്ററിൻ്റെ താഴെ വേണം നമ്മളത് കൊടുക്കാനായിട്ട്. ഇത് കേബിളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേബിളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTVയുടെ ക്യാമറകൾ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ സെക്ഷനിലായിരിക്കും. ഈ സെക്ഷനിലാണ് നമ്മൾ ടി വിയിലേക്ക് ഇപ്പോൾ വരുന്ന സ്മാർട്ട് ടി വിയിലെല്ലാം തന്നെ മോണിറ്റർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ CCTVയുടെ എല്ലാ സൈഡുകളിലും വരുന്ന ക്യാമറയുടെ എല്ലാ കേബിളുകളും നമ്മളിവിടെ താഴെ കൊടുക്കുന്നു. ഒരു മോണിറ്റർ ഔട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമുക്ക് നെറ്റിൻ്റെ കണക്ഷനും ഇവിടെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ കേബിളിൻ്റെ കണക്ഷനും അല്ലെങ്കിൽ ഡിഷിൻ്റെ കണക്ഷനും കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഹോളാണ്. ഈ ഹോളിലൂടെ നമ്മുടെ ടി വിയിലേക്ക് വരുന്ന HDMI കേബിൾ അല്ലെങ്കിൽ AV കോഡ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ പവർ കേബിൾ വേണമെങ്കിൽ താഴെ പവർ കോഡ് കൊടുക്കുക. അതിൽ HDMI, അതായത് ടി വിയുടെ ബാക്കിലേക്ക് വരുന്ന എല്ലാ കേബിളുകളും ആ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ നേരെ താഴത്തേക്ക് നമ്മുടെ റിസീവറിലേക്കും അതിൻ്റെ പ്ലഗുകളിലേക്കും നമുക്ക് എല്ലാം ഓൾറെഡി ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഒരു വയർ പോലും നമ്മൾ നീറ്റായിട്ട് ഒരു വയർ പോലും പുറത്ത് കാണാത്ത രീതിയിൽ ഫിക്സഡായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ടി വിയുടെ ഏരിയ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.